മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാ ഉണ്ടാവുക? അല്ലേ? തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കാബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യദാണ്, അള്ളാഹുവിന്റെ കരമെന്ന പോ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. അള്ളാഹിന്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ, സ്വർഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാഹിന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്. ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാഹിന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗള ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖെന്നവർക്കും ഉമർതങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ സംസാരിച്ചില്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ടവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എൻ്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ, മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ, ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സ്വഹാബിയോട്, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് ഇങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കണ്ടേ മുഅ്മിനെ? ആലോചിക്കേണ്ടേ മുഅ്മിനെ? കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം, കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞെന്നറിയോ? സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. താടി മീശി വന്നോരെന്ന് മാത്രല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശറഅ് കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ? പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ സാക്ക് വരെ, കാലിന്റെ സാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള്, അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അവിത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം. ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അവിത്തുഫിലി, ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും. എങ്ങനത്തെ കുട്ടിയെന്നറിയോ? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി. കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അല്ലാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട്? എല്ലാ കുട്ടികളും എന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ. അതുകൊണ്ടാണ് ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ മശ്റൂതായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്.
എന്താണെന്നറിയോ? ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിൻ്റെ മുമ്പിലായിക്കോട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ? മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? ഖുല്ലിൽ മുഅ്മിനീന, നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ യഗുല്ലൂ, അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുല്ലൂന എന്നല്ല, ഖുൽ യഗുല്ലൂ, ഖുൽ യഗുല്ലൂ, അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയെ. യഗുല്ലൂ, അവർ അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്നവരാണ്, കണ്ണു ചിമ്മും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ലബിം ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ. നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ. ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാന്റെ നിയമം അതാണ്. നീ അബ്ദാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം. അള്ളാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ? വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, നബിയെ പെണ്ണുങ്ങളോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ റൂമിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. സുബ്ഹിക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ റമളാനില്. അപ്പോൾ ആ നേരത്തെ സുബ്ഹിന്റെ സമയമായാൽ വാങ്ക് വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയെ വീട്ടിലേക്ക് വന്നത്, തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട്, തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കിൻ. അവർ പറഞ്ഞു, നബിയേ കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ നബിയേ, അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ. സ്വാഭാവികമായ മറുപടി, കണ്ണാണല്ലോ നബിയെ, ഞങ്ങളിപ്പോൾ എന്തിനാ പോയി മറയിരിക്കണത്? ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നബിതങ്ങളുടെ വാചകം, നബിതങ്ങൾ കൊടുത്ത മറുപടി, അഫ അംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ? അല്ല എന്നാ പോയിക്കോ ഉള്ളു പോ. എന്താ അതിൻ്റെ അർത്ഥം? പറത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരിക്കും സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും, പെണ്ണിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ, അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഇതാണ് അള്ളാന്റെ നിയമം. പെണ്ണെ നിങ്ങൾ രണ്ടുപേരും കണ്ണ് കാണാത്തവരാണോ? അല്ലല്ലോ, നിങ്ങൾ കണ്ണ് കാണില്ലേ, ഇതൊരു പുരുഷനല്ലേ, പൊയ്ക്കോ. ശരീഅത്തിന്റെ നിയമം ഇതാണ്. മുഅ്മിനെ, എൻ്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും. ഇവരോടൊന്നും കാണാൻ പറ്റൂലേ, എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യം കേട്ടോ, ആദ്യമായി കേട്ടുവെച്ചോ, മറക്കണ്ട. ആർക്കാരൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, എന്താണ് പെണ്ണിന്റെ ഔറത്ത്, എന്ത് ഔറത്തല്ല, എന്തൊക്കെ ആരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിന് പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആണിനോടും പെണ്ണിനോടും ചാരിത്രശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മാതൃകകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ, അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ മാല തെരഞ്ഞു വന്നപ്പോഴേക്കും ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് സ്വഹാബിമാരും നബിതങ്ങളും യാത്രയായി. നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങൾ ഒട്ടകപ്പുറത്ത്, ആയിഷബി മറ്റൊരൊട്ടകപ്പുറത്ത്. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷബി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സ്വഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു. കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല, അവരെന്ന് ഭാരം കുറവാണ്. സൂറത്തുൻ നൂറിലുള്ള സംഭവമല്ലേ, 11ഓളം ആയത്തുകൾ അള്ളാഹുവിന്റെ
പരിശുദ്ധങ്ങളായ 11 ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു, എങ്ങനെ മദീനത്തേക്ക് പോകും, ആരെന്നെ കൊണ്ടുപോകും? അവരങ്ങ് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ്, പടച്ചവനെ നീ മതി റബ്ബേ, നിന്റെ സഹായം മതി റബ്ബേ, എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ പടച്ചവനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹു വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പെണ്ണിരിക്കുന്നു, ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ. ഇത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ വയസ്സ് 18. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീബിയുടെ വയസ്സ് 18. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവർ ശരീരം മറച്ച് ഹിജാബിലിരിക്കുന്ന ആയിഷ ബീബിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി, ഫസ്തർജഅ, ഒറ്റ വാക്ക്, അസ്സലാമു അലൈക്കും എന്നല്ല പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ, അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബീവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. സഫ്വാൻ എന്നവർ ഒട്ടകം താഴ്ത്തിക്കൊടുത്തു. അവിടെ സലാം പറഞ്ഞിട്ടില്ല ആയിഷ ബീവിയോട്. അന്യ പെണ്ണല്ലേ, ആയിഷ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല, കഥ ചോദിച്ചിട്ടില്ല. പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട, ചോദിച്ചിട്ടില്ല. സഫ്വാൻ എന്നവർ ആയിഷ ബീവിയോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ചോദിച്ചിട്ടില്ല ആയിഷ ബീവിയോട്. ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല, സഫ്വാൻ നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന്. ഹദീസിൽ കാണാൻ പറ്റും ആയിഷ ബീവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സഫ്വാൻ എന്നവർക്ക്. അങ്ങനെ അറിഞ്ഞതാണ് ബീവിയെ കണ്ടപ്പോ. സംസാരിച്ചിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും? പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും? നിനക്ക് അല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ, വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ? ചെറുപ്പക്കാരാ, നിക്കാഹ് ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നുകൂടെ? വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലി. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ, വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ, തടി സൂക്ഷിക്കണമേ. എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാഭത്തിൽപ്പെട്ടതാണ്. നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? നിന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി, വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത്, ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ? ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ? മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന്റെ സുഹൃത്താരാൻ, മുഅ്മിനിന്റെ സുഹൃത്താരാൻ. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ, ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല. ഇതല്ല വേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ 50ഓളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി 350. ചെറുപ്പക്കാരോട്, കുട്ടികളോട് 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, +2 പോലുമല്ല, പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ. ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലെ. എനിക്കൊരാളില്ല, എന്നൊരു പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓന് പിന്നെ ഞാൻ പാണെന്നെ അല്ലേ എന്ന് തോന്നിപ്പോവാ. പച്ചപ്പാവത്തിനെ എനിക്കും വേണ്ടേ ഒരു ലവർ, ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ, അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ?
നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്, അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്. റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ? ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ? കണ്ണ് സൂക്ഷിക്കാൻ പറ്റാത്തവന് മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. മഹാനായ സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു അസ്ഹാബുകൾ. മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥം എന്നറിയോ? എന്താണ് അർത്ഥമെന്നറിയോ? യറൽ മർഅത, ഒരു പെണ്ണിനവൻ കാണുന്നുണ്ട്. ഫലാ യംലികു ഖൽബ, അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണുകളെ അഴിച്ചുവിടുകയാണ്, പിന്നെ ഖൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ഇൻസാനു ദഈഫാ, നമ്മളിങ്ങനെ ദുർബലരാവല്ലേ, നമ്മൾ ദുർബലരാവല്ലിൻ. പുരുഷന്മാർ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പെണ്ണേ, നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അല്ലാഹുവല്ലേ? നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അല്ലാഹുവല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അല്ലാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. നീ സല്ലപിക്കുന്നത്, സംസാരിക്കുന്നത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വൽയഖുൽന ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. യാ നിസാഅൻ നബി, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച്. ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? യാ നിസാഅൻ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ? നബി തങ്ങളുടെ നിസാഅൻ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബിതങ്ങൾ വാപ്പയെ പോലെയാണ്. അനലകും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാൻ നബിതങ്ങൾ പറയുമായിരുന്നു. യാ നിസാഅൻ നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്ളഅന ബിൽ ഖൗലി,
സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. എന്തിന്? ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ. അതുകൊണ്ട് പെണ്ണെ, വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഫലാ തഖ്ലഅന ബിൽ ഖൗലി, പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത്. വീട്ടിലേക്ക് വന്നു, വാപ്പുണ്ടോ? പിന്നെ വാപ്പ ഇന്നലെ പോയത്, നീ കഥ പറയാൻ നിൽക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മറുപടി പറയും. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം. എന്തിനാണെന്നറിയോ? ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും. നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ, ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നിത്തുടങ്ങും. നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ. നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. പെണ്ണെ, നീ നിന്റെ ശരീരം സൂക്ഷിക്കും. നിനക്ക് മാത്രമല്ല, ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിനെ അഴിച്ചുവിട്ടാൽ, അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊതിക്കെടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണും അവരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദര, നിന്റെ ഫേസ്ബുക്കിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട. പെൺകുട്ടി, അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? തടുത്ത കുറ്റമല്ലേ? ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അല്ലാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതിൽ നീ പറയുന്നത് പോലും ഹറാമല്ലേ? നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ? നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ? അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ? വെറും വ്യഭിചാരം മാത്രം ഹറാം? കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് അതിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുളൈൽ, ഫുളൈൽ എന്നവരെ 60 വയസ്സായി എനിക്ക് വഹൽ മിൻ ഹീലത്തിൻ, ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000ഉം 2000ഉം പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000-ഓളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ
കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ്, ഡിജിറ്റൽ കിതാബുകളാണ്. ഇത് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. വിചാരണയില്ലേ നാളെ ഹിസാബില്ലേ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ. ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു ആണ്, പടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ 60 വയസ്സ്. യാ അല്ലാഹ്, 60 വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം? 21,500 ദിവസം. അറബ് വർഷപ്രകാരം 60 വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് 21,500 ദിവസം. ഇബ്നു സ്വമ്മ എന്ന മഹാൻ 60 വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി, എത്ര ദിവസം ജീവിച്ചു? 21,500. എന്നിട്ട് ചിന്തിക്കാൻ, പടച്ചവനെ ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്. 21,500. എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ, എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ ആക്രമിക്കൂല, അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാര് പറയും മാലിഹാദൽ കിതാബ്, ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വായിക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ, യാ അല്ലാഹ്, ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എൻ്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവനോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ 21,500 അങ്ങ് വിന്യസിച്ചു കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എൻ്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാമ ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു. ദവാഉൽ ഖൽബാണത്, ഹൃദയത്തിനുള്ള ചികിത്സയാണത്. ദവാഉൽ ഖൽബി ഖംസ. മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, ആരിഫാണ്, ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചു തരുന്നു, ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ബോധത്തോടുകൂടെ ഖുർആൻ ഓതുക. വഖലാഉൽ ബത്നി, വയറ് നിറച്ച് ഭക്ഷിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറക്കാതിരിക്കുക. ഖലാഉൽ ബത്നി. വഖിയാമുൽ ലൈലി, രാത്രികാലങ്ങളിൽ 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തളർറുഇ ഇൻദസ് സഹരി, അത്താഴ നേരത്ത് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിനോട് താണുകയാണ്, പുറത്തു തരണേ പടച്ചവനെ എന്ന് ചോദിക്കുക. വമുജാലസത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക. ഈ 5 എണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ കലാം ഓതുന്നുണ്ടോ നമ്മൾ? ഖുർആൻ ഓതാൻ സാധിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു തആല നിഅമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം, നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം. എത്രയെത്ര ഖുർആനിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ദിക്റിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കിതാബുകൾ, PDF-കളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ. നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യും. നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുമെന്ന് വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത്. ഉലമാ അതിനെ സംബന്ധിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്ത്? ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആൻ ഓതുമ്പോൾ വുളൂവിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എയർപോർട്ടിൽ കാത്തിരിക്കുക, ഫ്ലൈറ്റ് ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആണ്, കുറച്ച് സമയമുണ്ട്, ഖുർആൻ ഓതിക്കോ, ഒരു അൽഖഫ് ഓതിക്കൂടെ, ഒരു ആലി ഇംറാൻ ഓതിക്കൂടെ, എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ.
ഖുർആൻ ഓദിക്കോ. നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനമല്ലേ, 1000 റുപ്യയുടെ കയ്യിൽ 2000 റുപ്യൻ്റെ ഫോണുള്ള കാലമാണിത് അല്ലേ. അള്ളാഹുവിന് നിഅമത്തിൻ, ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കും മുഅ്മിനീങ്ങൾ. ചെറുപ്പക്കാരെ, അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യൻ. ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഈ ഉമ്മത്തിനുള്ള ചികിത്സ ഇനി 5 എണ്ണമാണ്. 5 ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. 5 ചികിത്സകൾ. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ. ആയത്തുൽ കുർസി അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഭയങ്കര അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ഖുർആൻ? അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ? ഇതിനും വലിയ നിഅമത്ത് ലോകത്തുണ്ടോ? നമ്മുടെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശിഫയില്ലേ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ, പറഞ്ഞേക്കണം. വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അള്ളാഹു ബറക്കത്ത് തരില്ല കേട്ടോ. അള്ളാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ? എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അനുസരിക്കാത്ത പോക്കാണത്. നിർത്തിക്കോ ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ, പെണ്ണെ, നമ്മൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാം. ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഇനി ഞാനും നീയും ബന്ധമില്ല കേട്ടോ. നിക്കാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാരാ. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, നിയമം അള്ളാഹുവിനാണ്. വലഹുൽ മുൽക്ക്, നിയമം അല്ലാഹുവിനാണ്. ഇവിടെ ലില്ലാഹിൽ ഹുക്മു മിൻ ഖബ്ലു വമിൻ ബഅദു, ഇടപെടാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഹറാം ഉപയോഗിക്കലിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ. മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മആസിഫു അലാ റൂസിഹിം. തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹദീസ്, അതിന്റെ ബാക്കിയിൽ വൽ മആസിഫു അലാ റൂസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റൂസിഹിം, അവരുടെ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം. ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞതെന്നറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക, ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കൊക്കെ ഹറാമല്ലേ? ഏതാപ്പോൾ ഹലാലുള്ളത്? ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നറിയുന്ന പടച്ചവനാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസൽ അശ്അരി, നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം. അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ. മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീല. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ. നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം.
വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ മധുരമായി ഓതണേ നബിയേ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ? പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും. അത് മനോഹരമായിട്ട് ഓതണം. ബഗ്ദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി, തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സ്വഹാബി, ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ പാട്ട് പാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാ ലിതിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൂടെ? ഒരു വാക്കാണ് പറഞ്ഞതാ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത്. സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട്, പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗ്ദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക, നന്മയിലേക്ക് തിരിച്ചുവിടണം. അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നബി തങ്ങൾ വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? മക്കം ഫതഹായപ്പോൾ കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിച്ചത് ആരാണ്? ആരാ വാങ്ക് വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല അൻ. അപ്പോൾ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്. ചെറുപ്പക്കാരനാ, 17 വയസ്സായിരുന്നു എന്നാ. അപ്പം ഇങ്ങനെ കളിയാക്കി, അതിനേക്കാളൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, എന്നാ ബാങ്ക് കൊടുക്കും, ഞാൻ കൊടുത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പറയ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹ്ദൂറ ബിൻ അല്ലാഹു അക്ബർ അല്ലാഹു, അങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പനെടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. കാരണം അള്ളാഹുവിന് വേണ്ടി ഒരാൾ വാങ്ങു കൊടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ നീയത്ത് ശരിയാവണം. അള്ളാഹുവിൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾ ആക്ക് നിർത്തിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൈവേർട്ട് ചെയ്യുന്നു. ഖുർആൻ മധുരമാണ്. ഖുർആൻ മധുരമല്ലേ? എത്ര വലിയ മധുരമാണ് ഖുർആനിന്. അബു ഹഫ്സ് അബ്ദുൽ മാലിക് ക്ലെയർ, അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റെസ്ലർ, അയാൾ പറഞ്ഞു, I have read many books. I didn't know there are books that are recited. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള റെസ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ, മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്തോതിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, യൂട്യൂബിൽ കാണും. എന്തൊരു മനോഹരം. അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട്, പെണ്ണിൻ്റെ ചുരുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്നാൽ മാപ്പിളപ്പാട്ടെന്ന് പേരിടുക. എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കണം. അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല, നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാടുന്ന, അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നി അക്റഹു അൻ യുഖാല ഇന്ന ഫീ ദീനികും ഗിൽള. നിങ്ങളുടെ ഈ ദീനൊരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം, അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ. അത്രേ വേണ്ടൂ, അത്രേ പ്രശ്നമുള്ളൂ. എപ്പോഴും ശ്വാസം പിടിച്ച് നടക്കാൻ ഒന്നും വേണ്ട, ചിരിച്ചോളൂ, കുഴപ്പമില്ല. തബസ്സുമുഖ ഫീ വജ്ഹി അഖീക ലക സദഖ, ചിരിച്ച കൂലിട്ടുന്നല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റിവെക്കണം. ഇനി നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന്
അല്ലേ? വി ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ്. ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും. ചില ആളുകൾ അനുകരിക്കാൻ തോന്നും, അയാളെപ്പോലെ ഒരു പെണ്ണിന് അവളെപ്പോലെ എനിക്കാവണം. അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ളൊരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിൽ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എൻ്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ്, എൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കോപ്പി അടിച്ചോ? ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും, അത് എൻ്റെ റസൂലായിക്കോട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ അസുഖത്തിന്, ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ്, ഖുർആൻ ഓതലാണ്. വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ? നമ്മുടെ മാംഗോ, എന്ത് മാംഗോ? മാങ്ങയാണത്. ഖുർആൻ കേൾക്ക്. USB ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ? നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് നടന്നൂടെ? നമ്മൾ യാത്രയിൽ ഉപകരിച്ചൂലേ? ഖുർആൻ കേട്ടേക്കണം. ഒരു വഅദ്, ഒരു ദീനിയായ ഉപദേശം, ഒരു നസീഹത്ത്.